കള്ളക്കളി കോടതി കൊള്ളത്തില്ല, കോടതി അതാണ് ഇതാണ് ജഡ്ജിമാരതാണ്, നിയമവ്യവസ്ഥ തകർന്നു. നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കോടതി, അടിപൊളി കോടതി, ഇതൊക്കെയല്ലേ കോടതി. ഞാനിവിടെ ചില ആൾക്കാരുടെ ഇരട്ടത്താപ്പ് തട്ടിപ്പ് പോലൊരു പബ്ലിക്കായിട്ട് തുറന്ന് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ നോക്കാൻ നേരത്ത് പലർക്കും നമ്മുടെ സുപ്രീം കോടതിയോടും ജഡ്ജിമാരോടും നിയമവ്യവസ്ഥയോടും ഒക്കെ ഭയങ്കര വിശ്വാസവും സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് വീഡിയോ ഇടുന്നു. കാരണം പാർലമെന്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി നിയമം ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ചില ആൾക്കാരൊക്കെ പ്രചരിപ്പിക്കുന്നത് സുപ്രീം കോടതി വഖഫ് ഭേദഗതി നിയമം ഏത് പാർലമെന്റ് പാസ്സാക്കിയ നിയമം എടുത്ത് തോട്ടിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ ചുമ്മാ തള്ളിവിടുന്നതാണ് കേട്ടോ. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഡോക്യുമെന്റ് കാണിക്കണം. പാർലമെന്റ് പാസ്സാക്കിയ നിയമം കോടതി ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വാദം കേൾക്കും, തുടർവാദം കേൾക്കും, അവസാനത്തെ വിധിക്കായി നമുക്കെല്ലാം കാത്തിരിക്കാം. നമുക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. ഇന്നലെ സുപ്രീം കോടതിയോട് ഇത്രയും വിശ്വാസവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച ആൾക്കാർ പാവം പാട്ടുകാരായിട്ടുള്ള ചിത്രയെ ഏതെല്ലാം രീതിയിലാണ് ഈ കേരളത്തിൽ ആക്രമിച്ചത് എന്ന് ഞാൻ ഇവിടെ തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക. ആദ്യമേ തന്നെ എൻ്റെ പേജ് ആദ്യമായിട്ട് കാണുമ്പോൾ ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. എന്നാലേ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ ഒരു കാരണവശാലും പേജ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇന്നലെ മുതൽ എല്ലാവരും പറയുന്നു സുപ്രീം കോടതി അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറയുന്നു. ഇതേ കോടതിയല്ലേ അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ചത്? അന്ന് നിങ്ങൾ എന്താണ് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്? കോടതി ഏത് കോടതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ പേര് പറയുന്നില്ല. ജഡ്ജിമാർ ആരാണെന്നാണ് പറഞ്ഞാൽ ഞാൻ ആ പേര് പറയുന്നില്ല. ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? അന്നൊന്നും ആർക്കും വിശ്വാസമില്ല. ഈ രാജ്യത്തെ കോടതി വിധി പറഞ്ഞൊരു കേസാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കേസ്. ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നു. ഇവിടെ നിയമപരമായിട്ട് തന്നെ അവിടെ ഒരു ക്ഷേത്രം വരുന്നു, അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നു. ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാട്ടുകാരിയായിട്ടുള്ള പാവം ചിത്ര ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, ഒരാശംസ വീഡിയോ പോസ്റ്റ് ചെയ്തു. അവരുടെ മതപരമായിട്ടൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ നാട്ടിൽ കേരളത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ നാട്ടിൽ എന്തായിരുന്നു സംഭവിച്ചത്? ചിത്ര ഏതെല്ലാം രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ആക്രമിച്ചു. അന്ന് ഇവർക്ക് ആർക്കും സുപ്രീം കോടതിയെ വിശ്വാസമില്ല. ചിത്രയെ ആക്ഷേപിക്കുന്നു. എന്തിന്? ഈ രാജ്യത്തെ കോടതി, നിങ്ങൾ ഇന്നലെ പറഞ്ഞ അതേ സെയിം കോടതി വിധി പ്രഖ്യാപിച്ച ഒരു കേസിൽ അവിടെ ഒരു ക്ഷേത്രം വന്നു. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസപ്രകാരം ഈ കേരളത്തിലിരുന്ന പ്രാവും ചിത്ര ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അവർ ഇതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് വിവാദത്തിൽ വന്നിട്ടുള്ള സ്ത്രീയല്ല. പക്ഷേ വിശ്വാസ പ്രകാരം അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോഴത്തേന് ഈ കേരളത്തിലെ ആൾക്കാർ ഏതെല്ലാം രീതിയിൽ അവരെ ആക്രമിച്ചു. അവരേതെങ്കിലും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും പറഞ്ഞു? ലീഗലായിട്ടുള്ള കാര്യം മാത്രമല്ലേ ചെയ്തോളൂ. ഈ രാജ്യത്തെ കോടതി, നിങ്ങൾ ഈ പറയുന്ന കോടതി വിധി പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ രാജ്യത്ത് നിയമപരമായി ഉയർന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തെന്നും പറഞ്ഞാൽ പാവം ചിത്രയെ ആക്രമിച്ചവരൊക്കെ ഇന്നലെ ഇരുന്ന് പറയുകയാണ് സുപ്രീം കോടതി അടിപൊളിയാണ്, ജഡ്ജിമാർ അടിപൊളിയാണ്, നമ്മുടെ ന്യായ വ്യവസ്ഥ അടിപൊളിയാണെന്നൊക്കെ പറയുകയാണ്. എനിക്കിത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. ഇനിയിപ്പം ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരാൻ നേരത്ത് മറ്റേ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം പരിപാടി കാണിക്കരുത്. രാഹുൽ ഗാന്ധി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടിയുണ്ട്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിജയമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അന്നേരം വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു തരത്തിലുള്ള അവിശ്വാസമില്ല. ഇവർ ഈ രാഹുൽ ഗാന്ധി നടന്നും കിടന്നും ഇരുന്നും ഈ രാജ്യത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം തോറ്റു തുന്നം പാടി പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പറയും ഈ രാജ്യത്ത് ജനങ്ങളെ വിശ്വാസമില്ല. അതാണ് എനിക്ക് അത് കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഇവർക്ക് കർണാടകയിലെ ജനങ്ങളെ വിശ്വാസം, അവർ ജയിക്കുന്നത്. ബാക്കിയുള്ളടത്ത് തോക്കുമ്പോൾ തോക്കുന്ന നേരത്ത് അത് നമ്മുടെ എന്തോ പോരായ്മയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാതെ ഈ നാട്ടുകാരെ വോട്ട് ചെയ്തവരെ അവരെ കളിയാക്കുന്ന രീതിയിൽ അവർക്ക് വിശ്വാസമില്ല. വോട്ടിംഗ് യന്ത്രത്തെ വിശ്വാസമില്ല. അപ്പോൾ കർണാടകയിൽ വിശ്വാസമുണ്ട്, ബാക്കിയുള്ള സംസ്ഥാനത്ത് വിശ്വാസമില്ല. ഇതൊരു മാതിരി ഉടായ്പ പരിപാടിയാണ്. ഇതേ ഒരു ഉടായ്പ പരിപാടി ഇന്നലെ ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്ത് പ്രതികരിക്കുന്നത്. അവർക്ക് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിധി വന്നപ്പോൾ ഈ നാട്ടിലെ കോടതിയൊന്നും വിശ്വാസമില്ല, ജഡ്ജിമാരെ വിശ്വാസമില്ല, ജഡ്ജിമാർക്കെതിരെ ആരോപണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ പണാധിപത്യത്തിന് വീണുപോയി എന്നൊക്കെ പറഞ്ഞ് അന്ന് അടിച്ചു വിട്ടുകൊണ്ടിരുന്ന ടീമൊക്കെ ഇന്നലെ ഞാൻ നോക്കുന്നത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോടതി ഒരു തരത്തിലും ജഡ്ജ്മെൻറ്റും പറഞ്ഞില്ല. പക്ഷെ കോടതിയെ ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം നിങ്ങൾ ഇപ്പം എന്തായാലും നമ്മുടെ കോടതിയിൽ ഒരു വിശ്വാസം എല്ലാവർക്കും വന്നല്ലോ. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷം. സത്യമായിട്ട് പറയാം, പാർലമെന്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു ഉത്തരവും വന്നിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കിട്ട് ലാസ്റ്റ് ഫൈനൽ ജഡ്ജ്മെന്റ് വരട്ടെ. ആർട്ടിക്കിൾ 370 പാർലമെന്റ് പാസ്സാക്കി, അത് കോടതി അംഗീകരിച്ചു. അന്നും ഇവിടെ കുറേ ആൾക്കാർ കിടന്ന് കരയുന്നുണ്ട്. ആർട്ടിക്കിൾ 370 ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇവിടെ ഇരുന്നിട്ട് ഇപ്പം ഈ കാശ്മീരിലെ പ്രത്യേകാവകാശം എടുത്ത് തോട്ടിക്കളഞ്ഞതിനെയൊക്കെ ഇവിടെ ഇരുന്ന് കുറേ ആൾക്കാർ വിമർശിക്കും. ഈ നാട്ടിലെ പ്രതിപക്ഷത്തിനെയൊക്കെ ഇവരുടെയൊക്കെ കള്ളത്തരം മനസ്സിലാക്കണമെന്നെങ്കിൽ ആർട്ടിക്കിൾ 370 ഇവിടെ പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പെരുമാറിക്കളയും. അത് ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിനെയൊക്കെ എതിർക്കുന്നവരെ സത്യം പറഞ്ഞാൽ ഇവിടെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായത് ഇപ്പോഴാണ്. ഇതിനു മുമ്പെന്തായിരുന്നു പ്രത്യേക രാജ്യം പോലെ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന ചില നിയമങ്ങൾ പോലും അവിടെ ബാധകമല്ല. അവർക്ക് പ്രത്യേകം പല നിയമങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കച്ചവടത്തിന് അവിടെ പോയി സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല. അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല.
അങ്ങനെ എന്തെല്ലാം തരത്തിൽ കൊടി തൊട്ട് ഭരണഘടന വരെ ഓരോ തരത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം എടുത്ത് തോട്ടിക്കളഞ്ഞു. ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ ഞാനും ഇപ്പോൾ കാശ്മീരി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരുപോലെയാണ്, ഒരേ റൂൾ. ഇതിനെതിരെ വരെ നമ്മുടെ നാട്ടിലിരുന്ന് കുറേ എണ്ണം എടുത്ത് വിമർശിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് സത്യത്തിൽ ഈ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന എന്ത് നിയമത്തിനെയും എതിർക്കുക എന്നുള്ളതാണ് ഇവരെ പോലുള്ള ആൾക്കാരുടെ പരിപാടി. അതുപോലെ കാശ്മീരിൽ പ്രത്യേക ആവശ്യം എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കുറേ എണ്ണം കരയുന്നേക്കാം. എന്തിനാണ് കരയുന്നത്? ഈ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള ആൾക്കാർ പട്ടാളത്തിന് നേരെ. ഇപ്പോൾ ഒരു കല്ലേറും ഇല്ലല്ലോ. അവിടെ പാകിസ്ഥാൻ്റെ കൊടിയായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇന്ത്യയുടെ കൊടിയാണെന്ന് ഉയരുന്നത്. അവിടെ എന്തെങ്കിലും ഇപ്പോൾ പ്രശ്നമുണ്ടോ? ഭീകരപ്രവർത്തനം ബന്ധമുണ്ടല്ലോ? ഇല്ല, എല്ലാം അവസാനിച്ചു. ഇന്ന് ആ നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി വരെ അവിടെ പോയിട്ട് ആ മഞ്ഞെടുത്തിട്ട് പ്രിയങ്ക ഗാന്ധിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ സെക്യൂരിറ്റി സിസ്റ്റം ആ നാട്ടിൽ വന്നു എന്നുള്ളതാണ് സത്യം. രാഹുൽ ഗാന്ധിക്ക് വരെ അവിടെ പോയി കളിക്കാൻ ആർട്ടിക്കിൾ 370 എടുത്ത് കളയേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും സുരക്ഷയുടെ ഇടയ്ക്ക് നിന്നിട്ട് പിരിമുറുകയാണ് അവിടെ ഓരോ മനുഷ്യന്മാർ, ലീഡേഴ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി. നമ്മുടെ എല്ലാ സ്റ്റേറ്റ് പോലെ കേരളം പോലൊരു സ്റ്റേറ്റായി കാശ്മീർ മാറി. അതുപോലെ തന്നെയാണ് അയോധ്യ രാമക്ഷേത്രം എന്തെല്ലാം ബഹളമായിരുന്നു. അതിനുശേഷം കോടതിയുടെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നു. ആ ജഡ്ജ്മെൻറ്റിന് ശേഷം അവിടെ ക്ഷേത്രം ഉയരുന്നു. ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ബഹളമാണ്. ആ ചിത്രയൊക്കെ ഏതെല്ലാം രീതിയിലാണ് ഇവിടെ വേട്ടയാടിയത്? അതിനുള്ള അവകാശം നിങ്ങൾക്ക് എന്താണുള്ളത്? ഈ രാജ്യത്ത് ലീഗലായിട്ടൊരു ക്ഷേത്രത്തിലേക്ക് വിശ്വാസിയായിട്ടുള്ള ചിത്രം അവരെ ആശംസ ഇട്ടു. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ആശംസ ഇടാറില്ലേ ഓരോ വിഷയത്തിൽ? എല്ലാവരും പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ ആശംസ ഇട്ടെന്നും പറഞ്ഞ് ഈ ചിത്ര ഈ നാട്ടിലിട്ട് ആക്ഷേപിച്ച ആൾക്കാർ ഇന്നലെയാണ് നോക്കുന്നത്. സുപ്രീം കോടതി അടിപൊളി, അടിപൊളിയാണ്. സുപ്രീം കോടതി അടിപൊളിയാണ്. ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ മീഡിയ ഒന്ന് പോലുള്ള ചില ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് അവരെഴുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്നും ഇടാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. കാരണം ഈ മീഡിയ ഒന്ന് പോലുള്ള ചാനലുകളൊക്കെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എനിക്കറിയത്തില്ല. ഇവരുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ ഹമാസ് 1,00,000 ലൈറ്റ് ഇയറിന് മുമ്പ് ഇസ്രയേലിനെ കീഴടക്കിയിട്ടുണ്ട്. ഇപ്പോഴും എന്താ നടക്കുന്നത് റിയാലിറ്റി നമുക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊന്നും വിശ്വസിച്ച് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരഞ്ഞു വീഴാൻ നിൽക്കരുത്. എന്തായാലും ഞാൻ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞേക്കാം. എനിക്കൊട്ടും യോജിപ്പില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ വഖഫ് എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിലൊരു സംഭവമാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ സ്വത്ത് ദൈവത്തിന് കൊടുക്കുന്നു. നല്ല കാര്യം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അത് അവരുടെ വിശ്വാസമാണ്. അതിലേക്ക് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ കയറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഈ പറയുന്ന കളക്ടറുടെ കാര്യമൊന്നുമില്ല. കളക്ടറിനെയൊക്കെ കൊണ്ടുവന്ന നല്ല തീരുമാനമാണ്. നമ്മളൊരു കേസ് വരാൻ നേരത്ത്, റവന്യൂ കേസൊക്കെ വരാൻ നേരത്ത് നമ്മൾ കളക്ടറിൻ്റെ അടുത്ത് അപ്പീലിന് പോകാറുണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ സെക്ഷൻ 40 പോലുള്ള കരിനിയമങ്ങൾ അന്നത്തെ ഈ കോൺഗ്രസ്സുകാർ ചെയ്തു വെച്ച ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ് സെക്ഷൻ 40 ഒക്കെ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, ഗൂഗിളിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ഒരു പേപ്പർ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കണം. രേഖയൊക്കെ ആയിട്ട് വഖഫ് ട്രൈബ്യൂണലിൽ ഇവരുടെ വിധി അന്തിമമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേൽക്കോടതിയൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്ത് വാഴക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ട്. ദേവസ്വം ബോർഡുകൾക്കില്ലാത്ത, സഭകൾക്കില്ലാത്ത ഒരവകാശവും വഖഫ് ബോർഡിന് വേണ്ട. ഇത് മാത്രമേ നമുക്കും അഭിപ്രായമുള്ളൂ. ഞാൻ പറയാമല്ലോ, ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ മോദി ഭരിക്കുകയാണ്. പക്ഷെ മോദി ഇപ്പം വന്നിട്ട് നാളെ വഖഫിൻ്റെ കൂട്ടൊരു നിയമാധികാരം ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുകൾക്ക് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ രാജ്യത്തെ രാജാവ് ഭരിച്ചത് പത്മനാഭദാസനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണുന്ന സ്വത്ത് മുഴുവൻ ആരുടെയാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം ഇപ്പോൾ മോദി ഉണ്ടാക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരു വലിയ ശതമാനം നമ്മുടെ നാട്ടിലെ നിയമസഭ ഇരിക്കുന്ന മന്ദിരം വരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ വകയായിപ്പോൾ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ നമ്മൾ എതിർക്കും. ഇത് തന്നെ നമ്മളിവിടെ പറയും. പക്ഷെ ഉണ്ടല്ലോ, ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കണം. ഈ മൂലമ്പം വിഷയത്തിലൊക്കെ എന്തെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ആ പാവം പിടിച്ച മനുഷ്യരോട്. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് മുതലക്കണ്ണീർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്, നിലവിലത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതി തീരുമാനം എടുക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. വെറുതെ കുറേ ആൾക്കാർ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ വിധി വരട്ടെ. ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ വിധി നമ്മൾ അംഗീകരിച്ച പോലെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 നമ്മൾ അംഗീകരിച്ച പോലെ നമ്മൾ ഇതും അംഗീകരിക്കും. അതല്ലാതെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വിധി വരാൻ നേരത്ത് നമുക്കെതിരാണെന്നുണ്ടെങ്കിൽ കള്ളക്കളി, കോടതി കൊള്ളത്തില്ല, കോടതി അതാണ്, ഇതാണ്, ജഡ്ജിമാർ അതാണ്, നിയമവ്യവസ്ഥ തകർന്നു. നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കോടതി, അടിപൊളി കോടതി, ഇതൊക്കെയല്ലേ കോടതി എന്നൊക്കെ പറയുന്ന മഹാ തട്ടിപ്പ് പരിപാടിയാണ്. നിങ്ങൾ വെറും അല്ലേ രാഹുൽ ഗാന്ധിയുടെ ലൈനിലേക്ക് എത്തരുത്. നമ്മൾ നോക്കാൻ നേരത്ത് വോട്ടിംഗ് മെഷീനും കൊള്ളത്തില്ല, ജനങ്ങളും കൊള്ളില്ല. നമ്മൾ ജയിക്കാൻ നേരത്തില്ലോ അടിപൊളി വോട്ടിംഗ് മെഷീനോ അടിപൊളി ജനങ്ങളിലും എന്താ പറയുന്നത്, ജനാധിപത്യം ജയിച്ചു. ഇമാതിരി ഉട്ടായ്പ പരിപാടികളാണ് നമ്മളെ രാഷ്ട്രീയത്തിലുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പണായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.